പ്രവാസി മലയാളിക്കായി ഏറെ പ്രത്യാശ നൽകും സർക്കാർ. പ്രിയരെ, പ്രിയമുള്ളവരെ, ഏപ്രിൽ 26-ാം തീയതി ഇന്ത്യൻ പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രിയ സാരഥിയായി ജനവിധി തേടുന്ന സഖാവ് എളമരം കരീമിന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വൻ ഭൂരിപക്ഷത്തോടുകൂടെ വിജയിപ്പിക്കണമേ എന്നഭ്യർത്ഥിച്ചുകൊണ്ട് കേരള പ്രവാസി സംഘം സംഘടിപ്പിക്കുന്ന വാഹന പ്രചരണ ജാഥയാണ് ഈ വഴി കടന്നുപോകുന്നത്. മലപ്പുറം ജില്ലയിലെ ചാലിയാറിന്റെ തീരത്ത് എളമരമെന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് മാവൂർ ഗോളിയോ റയോൺസിലെ തൊഴിലാളിയായി അവിടുത്തെ തൊഴിലാളി സമൂഹത്തെ സംഘടിപ്പിച്ച് കേരളത്തിലെ തൊഴിലാളി വർഗത്തിന്റെ സമരനായകനായി ഉയർന്നുവന്ന് പാർലമെന്റിൽ അതുല്യ ശബ്ദമായി മാറിയ വാക്കുകൾ കൊണ്ടും പ്രഭാഷണങ്ങൾ കൊണ്ടും സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ച് അവരുടെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ കണ്ടറിഞ്ഞ സാധാരണക്കാരൻ സഖാവ് എളമരം കരീമിന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്നഭ്യർത്ഥിച്ചുകൊണ്ട് കേരള പ്രവാസി സംഘം സംഘടിപ്പിക്കുന്ന വാഹന പ്രചരണ ജാഥയാണ് നിങ്ങൾക്ക് മുന്നിലൂടെ കടന്നുപോകുന്നത്. നമുക്ക് വോട്ടുകൾ കൊടുക്കാം, വിജയിപ്പിക്കാം. നമുക്ക് ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി സഖാവ് എളമരം കരീമിനെ വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടെ വിജയിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത് അയക്കണമേ എന്ന് ഉത്ബുദ്ധരായ വോട്ടർമാരോട് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. മതേതര ഭാരതത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി, രാജ്യം ഭരിക്കുന്ന ഫാഷിസ്റ്റ് ഭരണകൂടത്തെ കെട്ടിക്കെട്ടിക്കുന്നതിനു വേണ്ടി, ലോകത്തിന് മാതൃകയായ ഇന്ത്യ എന്ന മതേതരത്വ രാജ്യത്തെ നിലനിർത്തുന്നതിനു വേണ്ടി നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് അടിച്ചമർത്തപ്പെടുന്ന വിഭാഗങ്ങളുടെ ശബ്ദം പാർലമെന്റിൽ അലയടിക്കുന്നതിന് വേണ്ടി കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി സഖാവ് എളമരം കരീമിന് ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടെ വിജയിപ്പിക്കണമേ എന്നഭ്യർത്ഥിച്ചുകൊണ്ട് കേരള പ്രവാസി സംഘം സംഘടിപ്പിക്കുന്ന വാഹന പ്രചരണ ജാഥയാണ് ഇതുവഴി കടന്നുപോകുന്നത്.